എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക. ഏതുണ്ടട കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ, ഏതുണ്ടട കാൽപന്തല്ലാതെ ഊറ്റം കൊള്ളാൻ വല്ലാതെ. ഏറെ പ്രശസ്തമായൊരു ഫിലിം ഇറങ്ങിയുണ്ടായി, സുഡാനി ഫ്രം നൈജീരിയ. അതിൽ പത്രക്കാരനായി അഭിനയിച്ചിട്ടുണ്ടല്ലേ. എന്താണ് ആ ഒരു ഫിലിമിലേക്ക് എത്താനുള്ള കാരണം? എങ്ങനെയാണ്? അതൊക്കെ വളരെ യാദൃച്ഛികമാണ്. കാരണം ആ സിനിമ നമ്മുടെ സുഹൃത്ത് സക്കരിയ മുഹമ്മദ് വർഷങ്ങളായി പരിചയമുള്ള സുഹൃത്താണ്. സിനിമാ മോഹവുമായി നടക്കുന്ന എത്രയോ കാലമായിട്ട് ഈ മേഖലയിൽ ചില നല്ല സംരംഭങ്ങളൊക്കെ ചെയ്തിട്ട് അവാർഡൊക്കെ കിട്ടിയിട്ടുള്ള ചെറുപ്പക്കാരനാണ്. അപ്പോൾ ആ സൗഹൃദത്തിൻ്റെ പുറത്ത് അതിലെ പല നടന്മാരും ആദ്യമായിട്ട് വരുന്നവരാണ്. അവരൊക്കെ സക്കരിയയുടെ സൗഹൃദ വലയങ്ങളിൽ നാടകത്തോട് താല്പര്യമുള്ളവരോ ഒരുമിച്ച് അഭിനയിച്ചവരോ ഒക്കെ ആയിട്ടുള്ള സുഹൃത്തുക്കളാണ്. അപ്പോൾ അങ്ങനെ വിളിച്ചിട്ട് നിങ്ങൾ ഒരു റോളൊന്ന് വരൂ എന്ന് പറഞ്ഞിട്ട് ഒരു ദിവസം വിളിക്കുകയാണ്. ഞാൻ വിചാരിച്ചു എന്താ നല്ലൊരു നടന്മാരാരെങ്കിലും വെച്ചൂടെ, എന്തിനാ വെറുതെ ആ സിനിമ മോശമാക്കണം എന്നൊക്കെ ചോദിച്ചു. പക്ഷെ അങ്ങനെയല്ല, നിങ്ങൾ ആ റോളൊന്ന് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ഒരു സ്നേഹത്തിൻ്റെ പുറത്ത് വിളിച്ചു. പിന്നെ ചെന്ന് ചെയ്തപ്പോൾ അവിടെ നല്ലൊരു സൗഹൃദ ഉള്ളൊരു സ്ഥലമായിട്ട് തോന്നി. എല്ലാവരും അങ്ങനെ ഒരു സിനിമാ ലൊക്കേഷൻ മാതിരിയൊന്നും ഫീൽ ചെയ്തില്ല നമുക്ക്. അപ്പോൾ നല്ല സഹകരണമൊക്കെ ആയിട്ട് എല്ലാവരും. ഒരു പുതുമുഖ സംവിധായകൻ സംവിധാനം ചെയ്ത ഫിലിം ഇത്രത്തോളം ഫേമസ് ആയി, ഇത്രത്തോളം ജനശ്രദ്ധയെ ആകർഷിച്ചു. എന്താണ് അതിൻ്റെ ഒരു ടിപ്സ്? അങ്ങനെ ഈ ഒരു സാഹചര്യത്തിൽ ഒരുപാട് ആ സിനിമയെക്കുറിച്ച് പറയാൻ ഞാനൊരു ആധികാരിക ആളല്ല. അതതിൻ്റെ തിരക്കഥാകൃത്തും സംവിധായകരും മറ്റുള്ളവരാണ് പറയേണ്ടത്. പക്ഷേ ഞാനൊരു കാഴ്ചക്കാരെന്നുള്ള നിലയ്ക്ക് ഞാൻ അതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ പോലും ഒരു പുറമേ നിന്ന് നോക്കുമ്പോൾ ഞാൻ നോക്കി എന്താ ശരിക്കും ഒരു ദുരന്ത കഥയാണല്ലോ. കാരണം അതിൽ മജീദ് എന്ന് പറയുന്ന ആ ഫുട്ബോൾ ക്ലബിൻ്റെ സാധാരണക്കാരനായ ഒരു മാനേജറായി ജീവിക്കുന്ന, അവന് കല്യാണം ശരിയാവണില്ല, അവന് സാമ്പത്തികമായിട്ട് ഒരുപാട് പ്രയാസങ്ങൾ, അങ്ങനെയൊക്കെ ഭൗതികമായി നോക്കുമ്പോൾ ഒരുപാട് പ്രയാസങ്ങൾ. അതേപോലെ നൈജീരിയക്കാരനായ സാമുവൽ എന്ന ആ കളിക്കാരനും അവൻ്റെ ദാരിദ്ര്യം, നാട്ടിൽ മുത്തശ്ശി മരിക്കുന്നു, പിന്നെ അനിയത്തിമാർ അനാഥരാണ്, ഇനി അവന് ജോലിയില്ല, ഇവിടെ കളിച്ചിട്ട് വല്ലാതെ സമ്പാദിക്കാൻ പറ്റിയില്ല, ആക്സിഡൻ്റായി, ഇങ്ങനെയൊക്കെ ആയിട്ടും ആ സിനിമ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ സ്പർശിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. പറയത്തക്ക ജീവിത വിജയങ്ങളൊന്നും അതിന് കാണുന്നില്ല. എന്നിട്ടും അത് എങ്ങനെ ആളുകൾക്കിടയിൽ വരുന്നു. അപ്പോൾ നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായത്, ഇപ്പോൾ അവസാനം ഉപ്പയെ തിരിച്ചു കൊണ്ടുപോകുന്ന മജീദ്, ഉപ്പയെ തിരിച്ച് മനസ്സിലാക്കുന്ന, ഇപ്പോൾ ഒരു രണ്ടാം കെട്ടായിട്ട് ഉമ്മാനെ കല്യാണം കഴിച്ച ആ പാവപ്പെട്ട മനുഷ്യനെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കുറേ സംഘർഷങ്ങൾക്കിടയിൽ പെടുമ്പോൾ പോലും സ്നേഹവും സന്തോഷവും സൗഹൃദവും നിലനിൽക്കുന്ന ഒരു പ്രദേശം. ഇതൊക്കെ കൂടി വരുമ്പോൾ നമുക്ക് ഒരുപാട് ഉൾത്തെളിച്ചങ്ങൾ ഉണ്ടാവുകയാണ്. തിയേറ്റർ വിട്ട് ഇറങ്ങിപ്പോരുമ്പോൾ, ആ സിനിമ കഴിഞ്ഞിറങ്ങിപ്പോരുമ്പോൾ ഈ കഥാപാത്രങ്ങളൊക്കെ നമ്മുടെ തന്നെ ഒരു പതിപ്പാണല്ലോ എന്ന് നമുക്കറിയാതെ തോന്നുകയാണ്. അതായിരിക്കും ചിലപ്പോൾ കുറച്ചും കൂടി. പിന്നെ അതിൻ്റെ ഒരു ലാളിത്യം, അതൊക്കെ ആയിരിക്കും. അവർക്ക് ഭയങ്കര സാധാരണ രീതിയിൽ പെരുമാറുന്ന നടന്മാർ ജീവിതം, അതൊക്കെ ആയിരിക്കും അതിനെ ആകർഷിച്ചത്. എനിക്ക് തോന്നി ഒരു ദുരന്ത കഥയായിട്ട് പോലും ഒരു ദുരന്തകഥയായി നമുക്ക് തോന്നുന്നില്ല. അത് അങ്ങനെ അതിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞതായിരിക്കും ചിലപ്പോൾ അതിൻ്റെ ഒരു വിജയം എന്നാണ് എനിക്ക് തോന്നുന്നത്. മജീദ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, നമ്മളെ സൗബിൻ ഷാഹിർ അല്ലാത്ത ബാക്കിയുള്ളവരൊക്കെ പുതു നടന്മാരാണ്. എങ്ങനെയാണ് ഒരു പുതു നടന്മാരെ വെച്ചൊരു ഫിലിം എടുത്ത് അത്ര വിജയം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? അങ്ങനെ അതിലിപ്പോൾ ഒരു മുഖ്യധാര നടന്മാരായിട്ട് ഇപ്പോൾ സൗബിൻ ഷാഹിറുണ്ട്, പിന്നെ അനീഷ് ജി മേനോൻ, അതിൽ ആ നിസാർ എന്ന് പറഞ്ഞ എതിർ ക്ലബിൻ്റെ മാനേജറായിട്ട് ചെയ്ത നിസാർ ആയിട്ട് ചെയ്ത അനീഷ്, അവന് കുറേ സിനിമകളിൽ ഉണ്ട്. ചെറിയ റോളാണെങ്കിൽ ഒരുപാട് സിനിമകളിലും നാടകങ്ങളിലൊക്കെ മുമ്പേ ഉള്ള ആളാണ്. പിന്നീട് അതിൽ KTC അബ്ദുള്ള ചെയ്ത ഉപ്പയുടെ കഥാപാത്രം, അദ്ദേഹവും നമുക്കറിയാം അറബിക് കഥ, പല സിനിമകളിലും അദ്ദേഹവും ചെറിയ റോളാണെങ്കിലും അദ്ദേഹവും ഉണ്ട്. പിന്നെ അതുപോലെയുള്ള പറവയിൽ അഭിനയിച്ച ആളാണ് അതിൽ അഭിജിത്ത്, അല്ലെങ്കിൽ ഇതിൽ വെള്ളം ഒക്കെ ഒഴുകുമ്പോൾ സാമുവൽ ചീത്ത പറയുന്ന ആ ക്യാരക്ടർ, അവനും അഭിനയ പരിചയമുള്ള ആളാണ്, അല്ലെങ്കിൽ അസോസിയേറ്റ് ആയിട്ടൊക്കെ പ്രവർത്തിച്ചിട്ട് പരിചയമുള്ള കുറേ ആളുകളാണ്. മാത്രമല്ല അതിൽ പല നടന്മാരും നാടകങ്ങളിൽ, ആ ഉമ്മമാരൊക്കെ നമുക്കറിയാം വർഷങ്ങളോളം നാടകത്തിൽ പരിചയമുള്ള ആളാണ്. മുമ്പ് സിനിമയിലും അവർ മുഖം കാണിച്ചിട്ടുണ്ട് ചെറുതായിട്ട്, പഴയ. അപ്പോൾ പല നിലക്കും ബന്ധമുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ചെറിയ ചെറിയ ടെലിഫിലിമുകളോ ഷോർട്ട് ഫിലിമോ ഒക്കെ ചെയ്ത ആളുകളാണ്. എന്നാൽ തീരെ ബന്ധമില്ലാത്ത 1-2 ആളുകളും ഉണ്ട്. പക്ഷേ അവർക്ക് പിന്നെ ഈ ഒരു എന്താ പറയുക,
ആ ഒരു സൗഹൃദാന്തരീക്ഷത്തിലുള്ള അതിൻ്റെ ഷൂട്ടിങ്, ആ ഗ്രാമം, അതിൻ്റെ നന്മ, ഇതൊക്കെ ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് ഒരു സിനിമ ലൊക്കേഷനായിട്ട് ശരിക്കും തോന്നിയിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരു അഭിനയിക്കാനൊരു ധൈര്യവും ഒക്കെ ഉണ്ടാകും. ചൂട്ടായി മിന്നും താര പോൽ വിണ്ടാടരുന്ന മണ്ണിൻ ചുമേഘം പോൽ കൂടെരിഞ്ഞ പക്ഷിക്ക്. സൗബിൻ ഷാഹിറുമായിട്ടുള്ള അത് അഭിനയിച്ചപ്പോൾ ഉണ്ടായ എക്സ്പീരിയൻസ്? സൗബിൻ ഷാഹിർ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ആ കൂൾ ബാറിൽ നിന്ന് ആ രംഗമാണ് ശരിക്കും സൗബിനായിട്ട് ഉള്ളത്. അത് ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസാണ്. കാരണം വെച്ചാൽ നമ്മളൊരു ഡയലോഗ് പറയുമ്പോൾ അത് സ്വാഭാവികം ആവാതെ നിൽക്കുന്ന ഈ ക്യാമറ ആക്ഷൻ സ്റ്റാർട്ട് എന്നൊക്കെ പറയുന്നതോടുകൂടി നമുക്കൊരു പരിഭ്രമം വരുന്നുണ്ട്. കാരണം നമുക്ക് ആദ്യമായിട്ടാണല്ലോ ക്യാമറ. പക്ഷേ നിങ്ങൾ സ്വാഭാവികമായിട്ട് പറഞ്ഞോളൂ എന്ന് പറഞ്ഞ് നമ്മളെ ധൈര്യപ്പെടുത്തുന്നതിലൊക്കെ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് സൗബിൻ. പിന്നെ തെറ്റുമ്പോൾ 1-2 വട്ടം ടേക്ക് എടുത്തിട്ടുള്ളൂ, കൂടുതലൊന്നും വന്നിട്ടില്ല. ഞാനും തന്നെ പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് ചെയ്യുക ചെയ്ത്. അപ്പോൾ പ്രോത്സാഹിപ്പിച്ചു. സൗബിൻ പറഞ്ഞു അത് പിന്നെ നന്നായിട്ടുണ്ടല്ലോ, ഇങ്ങനെ മതിയല്ലോ, ഇനി എന്തിനാ വെറുതെ ടെൻഷൻ അടിക്കണം, ഇങ്ങനെ മതി എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അത് നമുക്ക് നല്ല ധൈര്യമായിരുന്നു. അപ്പോൾ നല്ലൊരു ഉഷാറായി. ഇതിൻ്റെ ഡയറക്ടർ നമ്മുടെ സക്രിയയും അതുപോലെ തന്നെ മുഹ്സിൻ പരാരിയൊക്കെ തങ്ങളുടെ ശിഷ്യന്മാരാണെന്ന് കേട്ടു. ഞാൻ ശിഷ്യന്മാർ വെച്ചാൽ സുഹൃത്തുക്കളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കുറച്ചും കൂടിയും പറയാൻ നല്ലത്. കാരണം അവരൊക്കെ എന്നെ സുഹൃത്തായിട്ടാണ് കാണുന്നത്. പക്ഷെ അവരെ പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. ഞാൻ സക്രിയാനെ വളാഞ്ചേരി പൂക്കാട്ടിരി IRS സ്കൂളിൽ 10ാം ക്ലാസ്സിൽ കുറച്ച് കാലം പഠിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഡിഗ്രിക്ക് വളാഞ്ചേരി മർക്കസ് കോളേജിൽ ഞാൻ മലയാള അധ്യാപകനായ സമയത്തും സക്രിയയെ കുറച്ച് കാലം പഠിപ്പിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. പരാരിയെ ഇതേപോലെ അവൻ ഫൈനൽ ഇയർ ആയ സമയത്ത് ഇവിടെ പട്ടിക്കാട് ശാന്തപുരത്ത് ഫൈനൽ ഇയർ ആയ സമയത്ത് കുറച്ച് മലയാള ക്ലാസ് ഞാൻ ഇടയ്ക്കൊരു ഗസ്റ്റായിട്ട് അവിടെ ഇടയ്ക്ക് എടുക്കാറുണ്ടായിരുന്നു. അതിലും 1-2 ക്ലാസ്സുകളിലൊക്കെ പഠിപ്പിക്കാൻ അങ്ങനെയുള്ളൂ. പക്ഷേ അല്ലാതെ തന്നെ ഞങ്ങൾ സുഹൃത്ത് ബന്ധമാണ്, കലാപരമായ ബന്ധമാണ്, സൗഹൃദമാണ്. പിന്നെ എന്നെ പത്രക്കാരനാക്കുക എന്നുള്ളത് എനിക്ക് തോന്നുന്നത് അതിൽ കുറച്ച് പിന്നെ 2 ഷോർട്ട് ഫിലിമുകളിൽ പത്രക്കാരനായിട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതൊക്കെ യാദൃശ്ചികമാണ്. ആഷിർ കെ മുഹമ്മദ് ചെയ്ത എ ഡോക്യുമെൻ്ററി അബൌട്ട് ഡിസപ്പിയറൻസ് എന്ന് പറയുന്ന പരപ്പനങ്ങാടി സക്കറിയ എന്നെ സംബന്ധിച്ചിട്ടുള്ള ഒരു സിനിമ ഫിക്ഷനാണോ ഡോക്യുമെൻ്ററി ആണോ എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റാത്തൊരു നല്ലൊരു സംഭവമാണ്. ഒരു പൊളിറ്റിക്കൽ ഡോക്യുമെൻ്ററി. അതിൽ ചെറിയ റോളാണെങ്കിൽ പത്രക്കാരൻ്റെതാണ്. പെട്ടെന്ന് വിളിച്ചിട്ട് നിങ്ങളത് ചെയ്യുമെന്ന് പറയുമ്പോൾ ചെയ്താണ് സുഹൃത്തുക്കൾ വിളിച്ചപ്പോൾ. അതേപോലെ വരട്ടുചൊറി എന്ന് പറഞ്ഞിട്ട് ഹുദൈഫ റഹ്മാൻ ചെയ്തിട്ടുള്ള ഈ താനൂർ നടന്നിട്ടുള്ള ഒരു രാഷ്ട്രീയ ഇഷ്യൂ ഒക്കെ ബേസ് ചെയ്തിട്ട് പോലീസ് വേട്ടയൊക്കെ ബേസ് ചെയ്തിട്ട് ചെയ്തിട്ടുള്ളൊരു അതിലും ഒരു പത്രക്കാരനായിട്ട്. അപ്പോൾ അത് രണ്ടും കണ്ടിട്ട് സക്കരിയ എന്നാൽ ഇതിലും ഈ പത്രക്കാരൻ എന്നുള്ളൊരു ആംഗിൾ ചിലപ്പോൾ അതായിരിക്കാം. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു റോള് തരുന്നത്. ഞാൻ പത്രക്കാരനൊന്നുമല്ല, തന്നതാണ്. ഒരു അധ്യാപകൻ മാത്രമാണ് ഞാൻ. അപ്പോൾ ഈ സൗഹൃദവും ഇതൊക്കെ തന്നെ. പിന്നെ നല്ല ഏതൊരു ഫിലിമിൻ്റെയും അതിൻ്റെ പിന്നിൽ എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീകളെ പങ്ക് ഇല്ലാതുണ്ട്. സ്ത്രീകൾ ഉണ്ടായി കഴിഞ്ഞാൽ ഫിലിം വിജയിക്കുള്ള ഒരു പൊതുധാരണ ഉണ്ട്. ആ പൊതുധാരണയെ പൊളിച്ചടക്കുന്ന ഒരു ഫിലിമാണ് യഥാർത്ഥത്തിൽ സുലാനി ഫ്രം നൈജീരിയ. ഒരു സ്ത്രീ കഥാപാത്രം അങ്ങനെ ഒരു സ്ത്രീക്ക് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല അതിൽ. അങ്ങനെ ഒരു സ്ത്രീ ശാസ്ത്രീയ അങ്ങനെ പറയല്ല, എന്നാലും ഒരു പൊതുധാരണ ഉണ്ട്. ഈ സിനിമകൾ വിജയിക്കുകയാണെങ്കിൽ സ്ത്രീകളെ പങ്ക് നല്ലതുണ്ട്. ഒരു സുന്ദരിയായ സ്ത്രീ, അങ്ങനെ ഒരു പൊതുധാരണ എന്തായാലും ഉണ്ട്. ആ ഒരു ധാരണയെ പൊളിച്ചെടുക്കുന്ന ഫിലിമാണ് സുലാനി ഫ്രം നൈജീരിയ. അതിനെക്കുറിച്ച് എന്താണ്? അത് സത്യം പറഞ്ഞാൽ ടോട്ടൽ കാണുമ്പോഴാണ് നമുക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ആലോചിക്കാൻ പറ്റുന്നത്. നമ്മളതിൻ്റെ ഭാഗമായിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഇത് സിനിമ വന്നു കഴിയുമ്പോൾ അതിൽ കുറച്ച് സ്ത്രീകളുണ്ട്. ഇപ്പോൾ അതിൽ നമുക്കറിയാം സുഡാനിയെ കാണാൻ വേണ്ടിയിട്ട് ആ വീട്ടിലേക്ക് വരുന്ന, ഇപ്പോൾ മിഞ്ഞാന്ന് കല്യാണം കഴിഞ്ഞാണെന്ന് പറഞ്ഞിട്ട് ഒരു പെണ്ണ് വരുന്നുണ്ട്. നായിക, പ്രണയം, അല്ലെങ്കിൽ പാട്ട് സീനുകൾ, അങ്ങനത്തെ റൊമാൻറ്റിക് സംഭവങ്ങൾ ഇല്ലാതെ തന്നെ ഒരു ജീവിതം കാണിച്ചു കഴിഞ്ഞാൽ മനുഷ്യർ അതിനെ മനസ്സിലാക്കും, ഉൾക്കൊള്ളും എന്നുള്ളതിൻ്റെ നല്ലൊരു തെളിവാണ് ശരിക്കും. ശരിയാണ്, അത് ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ അത് ഇനി സിനിമ എടുക്കുന്ന ചെറുപ്പക്കാർക്കൊക്കെ പ്രചോദനമാണ് ശരിക്കും. പല രീതിയിൽ നമുക്ക് വഴി നടക്കാം, വഴി വെട്ടാം. അതൊക്കെ ആളുകൾ സ്വീകരിക്കും. നമുക്ക് സത്യസന്ധമായിട്ട് നമ്മുടെ ഉള്ളിലൊരു കഥയും അതിനെ മനോഹരമായി ആവിഷ്കരിക്കാൻ പറ്റുന്ന ഒരു സർഗാത്മകത ഉണ്ടെങ്കിൽ നമുക്ക് ആളുകൾ സ്വീകരിക്കും എന്നുള്ളതിന് നല്ല തെളിവാണ് ശരിക്കും. മറ്റൊരു കാര്യവും അതിന് പ്രധാനമല്ല. ഈ കേട്ടുമറന്ന കണ്ടുമറന്ന ചെടിച്ചു പോയ കോമഡികളോ അങ്ങനെ വളരെ നിത്യജീവിതത്തിലെ നർമ്മങ്ങളായിട്ടാണ് എനിക്കും തോന്നിയത്. അതിലെ കാര്യം കോമഡിക്ക് വേണ്ടി കോമഡി ഒന്നും അങ്ങനെയൊന്നും വരുന്നില്ല. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ എന്താ പറയുക, കൃത്രിമമായിട്ടുള്ള പിന്നെ
നായകൻ സൗന്ദര്യമുള്ള ഭയങ്കര സംഭവം അങ്ങനെ പലപ്പോഴും ഇതിലെ കോസ്റ്റ്യൂം ഒക്കെ വളരെ കൃത്യതയുള്ള സാധനങ്ങൾ നാട്ടുംപുറത്തിൻ്റെ അങ്ങനെയാണ് എനിക്ക് കാണാൻ പറ്റിയത്. മഷർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കോസ്റ്റ്യൂം ഡിസൈനർ. അയാൾ തന്നെയാണ് പറവയുടെയും കോസ്റ്റ്യൂം ഡിസൈനർ. പിന്നെ ഇതിലെ പല ആളും ഇതിലെ ആർട്ട് ഡയറക്ടർ അനീസ് നാടോടി എന്ന് പറഞ്ഞിട്ടുള്ള അയാൾ ചില സിനിമ ആദം അങ്ങനത്തെ കുറേ സിനിമകൾക്ക് അസോസിയേറ്റൊക്കെ ആയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇതിലൊരു ആർട്ട് ഡയറക്ടർ മെയിനായിട്ട്. അതിനുശേഷം അദ്ദേഹത്തിന് ഒരുപാട് പല സിനിമകളൊക്കെ കിട്ടിയെന്ന് കേട്ടു. ഞാൻ പറഞ്ഞത് ഒരുപാട് കഴിവുള്ള എന്നാൽ അവസരം കിട്ടാത്ത ഒരുപാട് ചെറുപ്പക്കാർക്ക് ഇതിൽ അവസരം കിട്ടിയെന്നുള്ളതാണ്. ഇതിലൊരുപാട് പേര് അസോസിയേറ്റായിട്ട് ഈ മേഖലയിൽ പ്രവർത്തിക്കാനും അത് ശരിക്കും സക്രിയ ചെയ്തിട്ടുള്ള വലിയൊരു സേവനമായിട്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു പിന്നെന്താ പറയുക നമ്മുടെ പ്രത്യേകിച്ച് മലബാർ മേഖലയിൽ ഒരുപാട് ചെറുപ്പക്കാർ പലയിടത്തും ഇത്തരത്തിലുള്ള പിന്നെ വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആൾക്കാരുണ്ട്. സിനിമ എന്ന് കേൾക്കുമ്പോഴത്തേനൊരു എറണാകുളം ആ ഒരു തെക്ക് കേരളത്തിലേക്കാണ് നമ്മൾ പെട്ടെന്ന് പോവുക. പക്ഷേ ഇപ്പോൾ 1-2 ഫിലിമുകൾ ഒരുപാട് ഫിലിമുകൾ ഇപ്പോൾ മലപ്പുറത്തിൻ്റെ ചരിത്രം പറയുന്നതും മലപ്പുറത്തുകാർ ഡയറക്ഷൻ ചെയ്യുന്നതുമായിട്ടുള്ള സംവിധാനം ചെയ്യുന്നതുമായിട്ടുള്ള ഫിലിമുകൾ ഒരുപാട് ഇറങ്ങി. മലപ്പുറത്ത് ഇതെന്താണ് ഇതിൻ്റെ എറണാകുളത്ത് നിന്ന് ഇനി കലാരൂപം ഒരുപാട് മലപ്പുറത്തേക്ക് വരികയാണ്. അങ്ങനെയാണ് എൻ്റെ എനിക്ക് തോന്നുന്നത്. ഇപ്പം ഓരോ കാലത്ത് പണ്ട് തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് പിന്നീട് പിന്നെ കൊച്ചി കേന്ദ്രീകരിച്ച് പിന്നെ ഇപ്പോൾ മലബാർ ഇനി മിക്കവാറും അങ്ങനെ ഓരോ കാലം മാറുമ്പോൾ കൂടുതൽ സമൂഹങ്ങൾ ഈ സിനിമ അത്തരത്തിലുള്ള പോപ്പുലർ ജനപ്രിയ സംഭവങ്ങളിൽ ഇടപെടുകയും അവർ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യും. അതിപ്പോൾ ഇനി എല്ലാ മേഖലയിൽ നിന്നും ഉണ്ടാവും. ഇപ്പോൾ സിനിമയിലെ വിഷയങ്ങളിലെ മാറ്റം തന്നെ നമുക്ക് കാണാൻ പറ്റും. കമ്മട്ടിപ്പാടം, പറവ, അങ്ങനെ പല അങ്കമാലി ഡയറീസ് പോലെയുള്ള സിനിമകൾ ശരിക്കും മലയാള സിനിമയിലെ മുഖ്യമായും കണ്ടിരുന്ന പിന്നെ വരിക്കാശ്ശേരി മന കേന്ദ്രീകരിച്ച് നമ്മൾ കണ്ടുപോന്നിരുന്ന ഒരു പശ്ചാത്തലത്തിൽ നിന്ന് വിട്ടിട്ട് പല ലൈഫ് കാണാൻ തുടങ്ങി. ക്രിസ്ത്യൻ ലൈഫ്, മുസ്ലിം ലൈഫ്, ദളിത് ലൈഫ്. അതൊക്കെ ശരിയാണോ തെറ്റാണോ എന്നുള്ള വേറെ വിഷയം. ഒക്കെ നല്ല രീതിയിൽ തന്നെയാണോ അതിൻ്റെയൊക്കെ റെപ്രസെൻറ്റേഷൻ എന്നുള്ളത് വേറെ വിഷയം. പക്ഷെ എന്നാൽ തന്നെ അതൊക്കെ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. പലതരം മനുഷ്യർ ഈ സ്ഥലം. അപ്പം മലപ്പുറം ഇനി അങ്ങനെ അത്തരത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇപ്പം മുസ്ലിം പരാരിയും സക്കരിയും മാത്രമല്ല, ഇനിയും ചിലപ്പോൾ വേറെ കുറേ ഇതിൽ ആംഗിളുകളിൽ പല ചെറുപ്പക്കാരും കടന്നു വരാൻ സാധ്യതയുണ്ട്. അതൊക്കെ അങ്ങനെ വരുമ്പോഴാണ് കൂടുതൽ മനോഹരമാവുക. കാരണം നമ്മൾ കേട്ടിട്ടില്ലാത്ത കഥകളുമായി കുറേ ചെറുപ്പക്കാർ ചിലപ്പോൾ വന്നേക്കാം. ഇനി അഭിനയത്തിലേക്ക് ഈ ഫിലിമിലേക്കുള്ള എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. നമുക്ക് നല്ല സംരംഭങ്ങൾ, നല്ല പിന്നെ മനുഷ്യന് ആവശ്യമുള്ള പിന്നെ ഈ പറഞ്ഞ മാതിരി ആഭാസങ്ങളോ അല്ലെങ്കിൽ ആളുകളെ പലതരത്തിൽ സംഘർഷപ്പെടുത്തിയോ വഴിതെറ്റിക്കുകയോ ഒന്നും ചെയ്യാത്ത നല്ല മൂല്യങ്ങളുള്ള മനുഷ്യന് ആവശ്യമുള്ള എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ സംരംഭങ്ങളിൽ നമ്മളെ വേണമെന്ന് ആർക്കെങ്കിലും തോന്നുമ്പോൾ അവരോട് സഹകരിക്കും. എന്നല്ലാതെ പിന്നെ എൻ്റെ വഴി എന്ന് പറയുന്നത് അധ്യാപനമാണ്. ആ രീതിയിലാണ് ഞാൻ പോവുക. ഈ പറഞ്ഞ മാതിരി സൗഹൃദത്തിൻ്റെയോ സ്നേഹത്തിൻ്റെയോ പുറത്ത് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ ചെയ്യും, അല്ലെങ്കിൽ മാറി നിൽക്കും. അത്രേ ഞാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഈ മേഖലയിൽ. എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകൾക്കും രസകരമായ അറിവുകൾക്കും ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ടിപ്സിനും BTV യൂട്യൂബ് ചാനൽ ഇന്നു തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്തി ചാനൽ ഫോളോ ചെയ്യുക.